ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാർത്തിക ഉമ്മറത്തിരിക്കുന്ന സമയം വിഷ്ണു അവിടേക്ക് വന്നിട്ട് കാർത്തികയോട് സംസാരിക്കുകയാണ്. എന്നാൽ വിഷ്ണുവിൽ നിന്നും കാർത്തിക ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. വീണ്ടും നിർബന്ധിച്ച് കാർത്തികയോട് സംസാരിക്കുകയാണ് വിഷ്ണു. താൻ എന്തിനാണ് എന്നോട് ഈ കള്ളക്കളി കാണിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കള്ളക്കളിയോ എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് കാർത്തിക. അതെ, താൻ ഒരൊറ്റ ആളാണ് അമ്മയെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് വിഷ്ണു. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് കാർത്തിക. അത് സത്യാമ്മ സ്വയം വന്നതാണെന്നും കാർത്തിക പറയുന്നു. ഞാൻ വിശ്വസിച്ചു. ഉറങ്ങിക്കിടന്ന അമ്മ സ്വപ്നാംഗം കണ്ട് തന്നെയും കൂട്ടുപിടിച്ച് മുറിയിലേക്ക് കയറി വന്നു അല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ കാർത്തിക പറയുന്നു, ദേ വിഷ്ണുവേട്ട, എന്നെ വെറുതെ പരിഹസിക്കാനും ഇതിൽ പിടിച്ചിടാനും നിൽക്കണ്ട. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. യാദൃച്ഛികമായിട്ടാണ് സത്യാമ്മയുടെ കൂടെ ഞാനും വന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുമെന്നൊരു ഊഹം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതെനിക്കറിയായിരുന്നെങ്കിൽ സത്യാമ്മയെ തടയാനല്ലേ ഞാൻ ശ്രമിക്കുമെന്ന് കാർത്തിക പറയുന്നു. നിർത്ത്, കൂടുതൽ പറഞ്ഞങ്ങ് കയറണമെന്നില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. അന്ന് ആ മലമുകളിൽ ചാകാൻ പോയ തന്നെ ഞാൻ തടയാൻ പാടില്ലായിരുന്നു. എൻ്റെ മനുഷ്യത്വം അതിന് അനുവദിച്ചില്ല. 14 ദിവസത്തിൻ്റെ അവധി പറഞ്ഞ് ഒരു കല്യാണ നാടകം കൂടി താൻ പറഞ്ഞപ്പോൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഞാനത് സമ്മതിച്ചു പോയി. തെറ്റ് എൻ്റെ ഭാഗത്താണ്, വലിയ തെറ്റ്. എനിക്ക് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, വിഷ്ണുവേട്ട, എന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അന്ന് നമ്മൾ രണ്ടുപേരും ആത്മഹത്യയുടെ വക്കിലായിരുന്നു എന്നതാണ് സത്യം. അത് ഒഴിവാക്കാനായിട്ടാ നമ്മൾ രണ്ടുപേരും പരസ്പരം സമ്മതിച്ച്. അത്രയും കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട, നിർത്ത്. പഴങ്കഥയൊന്നും വേണ്ട. ദേ, ഇനി എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പൊന്നി അതുവഴി പോകുന്നു. പൊന്നി അവിടെ വന്നത് കാർത്തിക കാണുന്നുണ്ട്. അങ്ങനെ പൊന്നി അവർക്കിടയിലേക്ക് വന്നു. എന്താണെന്ന് വിഷ്ണു. കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കാൻ എന്നെ പൊന്നി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, വേണ്ട, കാപ്പി വേണമെങ്കിൽ ഞാൻ പറയാം. രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് പൊന്നി അവിടെ നിന്ന് പോകുന്നു. താനൊന്ന് പുറത്തേക്ക് വന്നേ, സംസാരിച്ച് തീർന്നിട്ടില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട്. താൻ വന്നേ എന്ന് പറഞ്ഞ് വിഷ്ണു കാർത്തികയെ പുറത്തേക്ക് വിളിക്കുന്നു. ടെൻഷനോടെ കാർത്തികയും വിഷ്ണുവിനൊപ്പം പുറത്തേക്ക് പോയി. അല്ല, ഈ ഹർഷൻ എപ്പോൾ വരും എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹർഷന്റെ കാര്യം ആലോചിക്കുകയാണ് കാർത്തിക. എന്താ, കാത് കേട്ടൂടെ? ഹർഷൻ എപ്പോൾ വരും എന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ കാർത്തിക ആദ്യം അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, എനിക്കറിയില്ല എന്ന് വരുമെന്ന്. ഞാൻ പലവട്ടം വിളിച്ചതാ, 3-4 ദിവസമായിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലും അസുഖം വന്നോന്നാ എൻ്റെ സംശയം. ഒരസുഖം എൻ്റെ മുന്നിൽ നിൽക്കുമല്ലേ. ഈ അസുഖം ഞാനെടുത്ത് തലയിൽ വെക്കുകയും ചെയ്തല്ലോ. അതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്നൊക്കെ വീണ്ടും വിഷ്ണു പറയുന്നു. വിഷ്ണുവേട്ടാ, മതി. ഇതിപ്പോൾ വീണ്ടുമുള്ള ഈ പരിഹാസവും കുത്തുവാക്കുകളും. മുൻപ് ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഇപ്പോഴെന്താ എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നത് എന്നെ കാർത്തിക ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എനിക്കങ്ങനെ ആരും ശത്രുവില്ല. ഉണ്ട്, വിഷ്ണുവേട്ടൻ ഇപ്പോൾ എന്നെ സംശയമാണ്. ഞാൻ ശാലിനിയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം തകർക്കാൻ ശ്രമിക്കുകയാണോ എന്ന്. എന്നാലേ കേട്ടോ, ഇന്നലെ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ അങ്ങോട്ടല്ല, എന്നെ ഇങ്ങോട്ടാണ് ശാലിനി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഒരാൾ എന്നെ തല്ലുന്നത് ആദ്യമായിട്ടാണ്, അതും എനിക്ക് അന്യായിട്ടുള്ള ഒരു സ്ത്രീ. ഞാനിതൊക്കെ സഹിച്ചിവിടെ നിൽക്കുന്നത് വിഷ്ണുവേട്ടന് വേണ്ടി മാത്രമാണ്. പക്ഷേ വിഷ്ണുവേട്ടൻ എന്നെ അന്യായി കാണുവാണെങ്കിൽ പഴയ ആത്മഹത്യ മുനമ്പിലേക്ക് പോകാൻ ഇനിയും എനിക്കറിയാം. വിഷ്ണുവേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് അതെ, തന്നെ ചാവാനാണെങ്കിൽ അന്നേ എനിക്ക് അയക്കാമായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നോട് എനിക്കൊരു അതിർത്തി തോന്നി തുടങ്ങിയെന്നുള്ളത് സത്യമാണ്. ദേ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ. തനിക്കറിയാലോ, ആരുടെ തെറ്റാണെങ്കിലും ശാലിനിയുടെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ നെഞ്ചു പൊള്ളും. താനായിട്ട് അവളോടിനി ഒരു മുഷിപ്പിനും നിൽക്കരുത്. പിന്നെ ദേ, ആ ഹർഷനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. നമ്മൾ തുടങ്ങി വെച്ച നാടകം അവസാനിപ്പിക്കാൻ സമയമായി. ഈ അരങ്ങ് കൂടുതൽ മുഷിച്ചാലേ കാണികൾ കൂവി തുടങ്ങും. നമ്മൾക്കത് ചെയ്യണ്ട. അത്രയും പറഞ്ഞ് വിഷ്ണു പോകുന്നു. കാർത്തിക വിചാരിക്കുന്നുണ്ട്, ഈ നാടകം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കില്ല വിഷ്ണുവേട്ടാ. നിങ്ങളുടെ നായികയിലെ ആ കളക്ടർ കൊച്ചമ്മ, അവൾ അടിച്ച അടിയുടെ വേദന ഇപ്പോഴും ഉണ്ട് ഈ കവിളിൽ. അതിൽ അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോകുന്നത് കവിളത്തല്ല, നെഞ്ചിനുള്ളിലാണ്. പെടയ്ക്കണം അവള്. അത് നേരിട്ട് കണ്ടിട്ടേ ഞാൻ ഈ നാടകത്തിന് കട്ടനിടാൻ സമ്മതിക്കൂ. ഞാൻ കാർത്തികയാണ്. മനസ്സ് നൊന്താൽ കത്തിച്ചിട്ടേ ഞാൻ അവസാനിപ്പിക്കൂ. കത്തിച്ച് ചാമ്പലാക്കും എന്നൊക്കെ കാർത്തിക ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം കാർത്തിക ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുകയാണ്, കയ്യിൽ ഫോണും. മധുശ്രീ പറഞ്ഞ കാര്യം ഇപ്പോൾ ആലോചിക്കുകയാണ് കാർത്തിക. ഉടൻ കാർത്തിക മധുശ്രീയെ ഫോൺ ചെയ്യുന്നു. മധുശ്രീ സമയം ബീച്ചിലായിരുന്നു. ഫോൺ എടുത്തു. ഞാൻ കാർത്തികയാണെന്ന് പറഞ്ഞു. എൻ്റെ ഇത് ഒരു മോശം ഫോണല്ല.
ഇനി കാർത്തികയാണെന്ന് ഇതിൽ എഴുതി വരും. ഇപ്പോൾ വിളിച്ച കാര്യം പറയുന്ന മധുശ്രീ. പുതിയതായിട്ട് പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു, പുതിയ പ്രശ്നം വിഷ്ണുവേട്ടനാണ്. ആളിൻ്റെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് മാറ്റം വന്നു തുടങ്ങി. ആണോ? അതെന്താ ഇപ്പോൾ അങ്ങനെ? നീ കാര്യം എന്താണെന്ന് വിശദമായി പറയുന്ന മധുശ്രീ ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം കാർത്തിക മധുശ്രീയോട് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നത് ശാലിനി അതുവഴി പോകുമ്പോൾ കാണുന്നുണ്ട്. കാർത്തിക ആരോടോ ഫോണിൽ സംസാരിക്കുന്നതായിട്ടാണ് ശാലിനി കാണുന്നത്. ഇതിപ്പോൾ നീ പറഞ്ഞത് വെച്ച് കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ റിയാക്ഷൻ സാധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് അവളോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയ ഒരവസരം നീയായിട്ട് നശിപ്പിച്ചില്ലേ? അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ നിന്നോട് കാണിച്ചു, അത്ര തന്നെ. ഇത് കേട്ട് കാർത്തിക് പറയുന്നു, എനിക്കും അത് തോന്നുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ചേഞ്ച് ഓവർ വന്നപ്പോൾ ഞാനാകെ കൺഫ്യൂഷനിലായി. ഈ സമയം ശാലിനി കാർത്തികയുടെ സംസാരം വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. നീ എന്തായാലും വിളിച്ചത് നന്നായി. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരവസരത്തിലും ഓവർ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമ്മളെ പിടിച്ചെടുത്ത് നിൽക്കണം എന്നില്ല. തൽക്കാലം ചെറിയ തട്ടലും മുട്ടലും വകവയ്ക്കാതെ അങ്ങോട്ട് മുന്നോട്ട് ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ഇപ്പോൾ നീ ഫോൺ വെച്ചോളൂ. നീ രഹസ്യമായി ഫോൺ വിളിക്കുന്നത് മറ്റാരും ഇനി കാണണ്ട. അല്ലെങ്കിൽ തന്നെ ആ കളക്ടർ രാക്ഷസിക്ക് കണ്ണും കാതും അല്പം കൂടുതലാണെന്നും മധുശ്രീ പറയുന്നു. നീ ഫോൺ വെച്ചോ എന്ന് പറയുന്നു. അങ്ങനെ കാർത്തിക ഫോൺ വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം കാർത്തിക് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു, കളക്ടർ രാക്ഷസി, ആ പേര് കൊള്ളാം. ശാലിനിക്ക് പറ്റിയ പേരാണ്. ഇത് ശാലിനി കേൾക്കുന്നു. ഇവൾക്കാരാ ഇവിടുത്തെ പരിചയക്കാരെ? നേരിട്ട് എത്ര ശ്രമിച്ചിട്ടും ഇവളുടെ രഹസ്യം പൊഴിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ഒരു വഴി എന്നൊക്കെ ശാലിനി ആലോചിക്കുന്നുണ്ട്. ഫോട്ടോ നോക്കുകയാണ് ശാലിനി. ഉടൻ ശാലിനി കിച്ചണിലേക്ക് വരുന്നു. എന്നിട്ട് കാർത്തികയുടെ ചില ഫോട്ടോസൊക്കെ അനുവിന് അയച്ചു കൊടുക്കുകയാണ് ശാലിനി. എന്നിട്ട് അനുവിനെ വിളിച്ചു. ഞാൻ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. കാർത്തിക വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. ഒരു 100 കള്ളങ്ങളും കൊണ്ടാണ് അവളിപ്പോൾ സത്യാമ്മയ്ക്കൊപ്പം കൂടിയിരിക്കുന്നത്, ഫുൾ ബാക്ക്ഗ്രൗണ്ട് മറച്ചു വെച്ചുകൊണ്ട്. അനു പറയുന്നു, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ മേഡം എന്ന് പറഞ്ഞ് അനു ആ ഫോട്ടോ പരിശോധിക്കുന്നുണ്ട്. ഓ, ഇതാണല്ലേ കാർത്തിക? മേഡം പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ എന്താണ് മേഡം ചെയ്യേണ്ടത്? എന്നാനു, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ്. ഒരു പെണ്ണിനെ സിമ്പറി കിട്ടാൻ പറ്റുന്ന സ്ഥിരം കീശ സാധനങ്ങൾ നിറച്ച സ്ഥലം മസാലക്കഥ. അനാഥാലയത്തിലാണ് ജനനം. അച്ഛനും അമ്മയും ഇല്ല. അങ്ങനെ സെന്റിമെന്റലായിട്ടുള്ള കുറച്ച് വാക്കുകൾ കൂടിച്ചേർത്തുള്ള കേൾക്കുന്നവരുടെ ചങ്ക് തകർന്നു പോകുന്ന തരത്തിലുള്ള വിവരണവും. എന്നെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം എന്നാലോചിച്ചിരിക്കുന്ന സത്യാമ്മയ്ക്ക് കിട്ടിയ തുറുപ്പ് ചീട്ട്. സത്യത്തിൽ അതാണ് കാർത്തിക. അനു ചെയ്യേണ്ടത് ഇതാണ്. ഇവൾ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയണം. അതിനു വേണ്ടത് എന്താണോ അതൊക്കെ ചെയ്യണം. അനാഥാലയത്തിലും ആശ്രമത്തിലും ഒരു അന്വേഷണം നടത്തണം. പിന്നെ ഇവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഒന്ന് തിരയണം. ഒരു പക്ഷേ അതിലും എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. പിന്നെ ഒരു കുടുംബത്തെ മുഴുവനും കബളിപ്പിച്ച് ഇവിടെ കയറി പറ്റിയ പാർട്ടിയാണ്. ഇവളെക്കുറിച്ചുള്ള അന്വേഷണത്തിനും ആ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അവൾ കളി മാറ്റി പിടിക്കുമെന്നും ശാലിനി. എനിക്ക് മനസ്സിലായി മേഡം, ഞാനത് ശ്രദ്ധിച്ചോളാം എന്നനു. എങ്കിൽ എത്രയും പെട്ടെന്ന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. അങ്ങനെ കാർത്തികയെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി. ഇതേ സമയം സത്യ സ്കൂളിലാണ്. പപ്പിയും സ്കൂളിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് രണ്ടുപേരും. പപ്പി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് സത്യ കിറ്റുമായി വന്നു. ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു, മിസ് കാണാതെ വരാൻ ശ്രമിക്കണ്ടേ? നിനക്കിന്ന് ദോശയാണോ എന്ന് സത്യ ചോദിക്കുന്നു. അതെ, ഇന്നത്തെ ഭക്ഷണം എൻ്റെ ചേച്ചിയമ്മ ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പപ്പി പറയുന്നു. എൻ്റെ ചേച്ചിയമ്മയില്ലേ? ഇത്രയും പപ്പി ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്നാണ് ആ സത്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ചേച്ചിയമ്മ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു സത്യ. എന്താ പപ്പി ചേച്ചിയമ്മ എന്ന് സത്യ ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പപ്പി. സത്യ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തുപ്പിക്കളയുകയാണ്. അയ്യേ, ഇത് മൊത്തം ഉപ്പാണ്. അയ്യേ, പപ്പി ഒന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞ് സത്യ അത് പപ്പിക്ക് വെച്ച് കൊടുത്തു. പപ്പിയും അത് തുപ്പിക്കളഞ്ഞു. ശരിയാണല്ലോ, ഇതിൽ ശരിക്കും ഉപ്പാണ്. നീ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യ പറയുന്നു, അറിയാതെ ശാന്താലിയും ശാരദാമ്മയും മാറി മാറി ഉപ്പിട്ട് കാണും. അമ്മയില്ലാത്ത കുറവാണ്. എൻ്റെ അമ്മ ഒരു ഓഫീസ് ടൂറിലാണ് ഗോവയിൽ. എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല എന്നൊക്കെ സത്യ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പപ്പി കഴിച്ചു എന്ന് സത്യ പറയുമ്പോൾ പപ്പി പറയുന്നു, സത്യ കഴിക്കാതെ ഞാൻ കഴിക്കില്ല എന്ന്. നമുക്ക് ഈ ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചാലോ എന്ന് പപ്പി. അപ്പോൾ പപ്പിയുടെ വിശപ്പ് മാറുമോ എന്ന് സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, സത്യയുടെ വിശപ്പ് മാറിയാൽ എൻ്റെ വിശപ്പ് മാറും. സത്യ ഇതിപ്പോൾ മാറ്റിവെക്കെന്ന് പറയുന്നു. അങ്ങനെ സത്യ കൊണ്ടുവന്ന ഭക്ഷണം മാറ്റിവെച്ചു.
അങ്ങനെ ഇപ്പോൾ പപ്പിയുടെ ഭക്ഷണം സത്യയ്ക്ക് വാരി കൊടുക്കുകയാണ്. അത് കഴിക്കുമ്പോൾ തന്നെ സത്യയ്ക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാകുന്നു. എന്നാൽ പിന്നെ ഞാനും വാരി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സത്യയും അതിൽ നിന്നും പപ്പിക്ക് വാരി കൊടുക്കുന്നു. ഈ ഫുഡ് ആരുണ്ടാക്കിയതാണെന്നാ പറഞ്ഞത് എന്ന് സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, എൻ്റെ ചേച്ചിയമ്മയുടെ ഫുഡ് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദോശ മാത്രമല്ല, എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിലുണ്ടാക്കും. വീട്ടിലെല്ലാവർക്കും ചേച്ചിയമ്മ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. സത്യാമ്മയ്ക്കും അങ്ങനെയാണ്, പക്ഷേ പറയില്ല. സത്യ പറയുന്നു, ഇത് കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. അമ്മ ഉണ്ടാക്കുന്നതും ഇതേ രുചിയിലാണ്. അമ്മ ഓഫീസ് ടൂർ പോയതിൽ സത്യയ്ക്ക് വിഷമമുണ്ട് അല്ലേ എന്നൊക്കെ പപ്പി. എന്തെങ്കിലും നല്ല കാര്യത്തിന് പോയതായിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിളിക്കാം എന്താ എന്ന് പപ്പി പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതേ സമയം പൊന്നി കിച്ചണിലായിരുന്നു. ശാലിനിയും കിച്ചണിലേക്ക് വരുന്നു. ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുന്നു. ഓ വേണ്ട കുഞ്ഞെ, ഇത് എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പൊന്നിയും പറയുന്നു. ശാലിനി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു. സത്യമോൾ അമ്മയെ കാണാതെ നിൽക്കുമോ എന്ന് പൊന്നി ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അവൾക്കിതൊക്കെ ശീലമായി, അവൾക്കറിയാം എൻ്റെ ജോലി തിരക്കൊക്കെ. പിന്നെ കുസൃതി ഒരല്പം കൂടുതലായോണ്ട് ഞാനില്ലെങ്കിൽ അവൾ അമ്മയും അച്ഛനെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതേ ഉള്ളൂ ഒരു കുഴപ്പം. അങ്ങനെ അവർ സത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇതേ സമയം ശാലിനിയുടെ ഫോൺ അടിക്കുന്നുണ്ട്. വിളിക്കുന്നത് സത്യ. ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായി, അപ്പോൾ ഫോൺ ഓണാക്കി വിളിക്കുന്നുണ്ടെന്ന് ശാലിനി പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇന്നത്തെ ഫുഡ് മൊത്തം ബാഡായിരുന്നു അമ്മേ. വായി വെച്ച് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, നിറയെ ഉപ്പാണെന്ന് സത്യ. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ശാലിനി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നോണ്ട് ഉച്ചയ്ക്ക് പട്ടിണിയായില്ല. പപ്പിയോ എന്ന് ശാലിനി ചോദിക്കുന്നു. പിന്നല്ലാതെ ആരെയാ എന്നൊക്കെ സത്യ. ആ സമയം പപ്പി പറയുന്നുണ്ട്, നമുക്ക് ഫോൺ സ്പീക്കറിൽ ഇടാമെന്ന്. അങ്ങനെ സത്യ സ്പീക്കറിലിടുന്നു. ആ പപ്പിമോള എന്ന് പറഞ്ഞ് ശാലിനി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ചേച്ചിയമ്മ എന്ന് വിളിച്ചിട്ട് ഒരു ഞെട്ടലോടെ പപ്പി സത്യമോളെ നോക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.